കഴിഞ്ഞ ദിവസമാണ് വലിയ ആരോപണങ്ങളുമായി മലയാള സിനിമയിലെ പഴയ നായിക ചാർമിള എത്തുന്നത്. മലയാള സിനിമയിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയാണ് നടി ചാർമിള എത്തിയതും. നിർമ്മാതാക്കളും സംവിധായകരും നടന്മാരും ഉൾപ്പെടെ 28 പേരിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്നാണ് നടി ആരോപിച്ചത്. അർജുനൻ പിള്ളയും 5 മക്കളും സിനിമയിൽ വെച്ച് നിർമ്മാതാവ് MP മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും നടി ആരോപിച്ചു. പൊള്ളാച്ചിയിലെ ഷൂട്ട് കഴിഞ്ഞ് തിരികെ വരുന്ന ദിവസമാണ് ദുരാനുഭവം ഉണ്ടായത്. നിർമ്മാതാവ് MP മോഹനനും പ്രൊഡക്ഷൻ മാനേജർ ഷൺമുഖനും സുഹൃത്തുക്കളുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. എന്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു. പീഡന ശ്രമത്തിനിടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു. പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത്. ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിന് ഇരയായി. നടി വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. സംവിധായകൻ ഹരിഹരനെതിരെയും ചാർമിള ആരോപണം ഉന്നയിച്ചു. താൻ സഹകരിക്കുമോ എന്ന് സംവിധായകൻ ചോദിച്ചതായി നടി പറഞ്ഞു. തന്റെ സുഹൃത്തും നടനുമായ വിഷ്ണുവിനോടാണ് ഇക്കാര്യം ചോദിച്ചത്. എന്നാൽ താൻ തയ്യാറല്ലെന്ന് അറിയിച്ചതോടെ പരിണയം സിനിമയിൽ നിന്നും 2 പേരെയും പുറത്താക്കിയെന്നും നടി ആരോപിക്കുകയും ചെയ്തു. അതേസമയം നടൻ വിഷ്ണു ചാർമിളയുടെ ആരോപണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹരിഹരൻ തന്റെ അയൽവാസിയായിരുന്നുവെന്നും സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും കുട്ടിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചാർമിളയുടെ പേര് പറഞ്ഞുവെന്നും വിഷ്ണു പറഞ്ഞു. പരിണയം സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത്. അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ ആൾ കഥാപാത്രത്തിന് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് ചാർമിള അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുമോ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ പറ്റില്ലെന്ന് പുള്ളിക്കാരി പറഞ്ഞു. അതോടെ ഞാനും ചാർമിളയും സിനിമയിൽ നിന്നും പുറത്തായി. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുമില്ല. കൂടാതെ ഹരിഹരൻ ആരെയും ഓപ്പണായി ശല്യപ്പെടുത്തില്ല. പകരം വളരെ മനോഹരമായി മറ്റൊരാളിലൂടെയാകും സമീപിക്കുക. സഹകരിക്കാത്ത നടിയെ ഷൂട്ടിംഗ് സെറ്റിൽ ക്യാമറയ്ക്ക് മുന്നിൽ പൊരിക്കും. ഒടുവിൽ നടിമാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. പല നടിമാരും ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരിൽ കാണുന്നതല്ല, മറ്റൊരു മുഖം ഹരിഹരനുണ്ട്. വിഷ്ണു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സിനിമയിലെ മികച്ച ഒരു താരമായി ചാർമിള ഒരു കാലത്ത് മാറിയിരുന്നു. സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു ധനം. ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രത്തിൽ നായികയായി എത്തിയത് അന്ന് പുതുമുഖമായിരുന്ന ചാർമിളയായിരുന്നു. മലയാളികൾക്ക് ചീരപ്പൂവുകളുമായി എത്തിയ സുന്ദരി പിന്നീട് നിരവധി സിനിമകളിലും അഭിനയിച്ചു. ചാർമിള ഒരു അന്യഭാഷാ നായികയാണെന്ന് ആർക്കും ആ സമയത്ത് അറിയില്ലായിരുന്നു. മാത്രമല്ല സിനിമയിൽ ചാർമിള സജീവമാകാൻ കാരണം സാക്ഷാൽ മോഹൻലാൽ തന്നെയായിരുന്നു. കലളി ടിവിയിലെ അഭിമുഖത്തിലാണ് ചാർമിള ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. മോഹൻലാൽ സാർ മികച്ച അഭിനേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഒപ്പമുണ്ടാകുന്ന നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. എന്റെ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനായി സ്കൂളിൽ പോകാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ പ്രതിഷേധം അറിയിച്ചു. പ്രതിഷേധത്തിനൊടുവിൽ ഒരുവിധം അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ പ്രൊഡ്യൂസർ ബാലാജി അങ്കിൾ പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് അവസരം വരുന്നത്. മോഹൻലാൽ സാറിന്റെ ഭാര്യ പിതാവ് ബാലാജി അങ്കിൾ. എന്നാൽ 1-2 സിനിമകൾക്ക് ശേഷം സിനിമ അഭിനയം ഉപേക്ഷിക്കണമെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞു. സാധാരണഗതിയിൽ സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനായി പോർട്ട്ഫോളിയോ എടുക്കും. പക്ഷേ അച്ഛൻ അതൊന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ഇത് മോഹൻലാൽ സാർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചു. ചാർമിള നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ, അതിനാൽ നല്ല ഫോട്ടോസ് എടുത്താൽ നല്ല സിനിമകളിലേക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. അവളെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ പഠിക്കട്ടെ എന്നായിരുന്നു അച്ഛന്റെ മറുപടി. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. മോഹൻലാൽ സാർ തന്നെ നേരിട്ട് വന്ന് എന്റെ ഫോട്ടോസ് എടുത്ത് മറ്റ് നിർമ്മാതാക്കൾക്ക് ആ പോർട്ട്ഫോളിയോ നൽകി. അതുവഴിയാണ് ഒരുപാട് സിനിമ അവസരങ്ങൾ ലഭിച്ചത്. ചാർമിള പറഞ്ഞതിങ്ങനെ. മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു അന്യഭാഷാ നടിക്ക് വേണ്ടി പോർട്ട്ഫോളിയോ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും അവരുടെ സിനിമയോടുള്ള താല്പര്യത്തെ മോഹൻലാൽ ബഹുമാനിക്കുകയും അതിന് ചാർമിളയെ സഹായിക്കുകയും ചെയ്തു. ചാർമിളയുടെ ആദ്യ മലയാള സിനിമയായിരുന്നു ധനം. അതിനാൽ ഒരുപാട് സമയം എടുത്താണ് ചാർമിളയുടെ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത്. മോഹൻലാലിനോടൊപ്പമുള്ള ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ അധികം സമയം വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും പരിഭവം പറയാതെ അദ്ദേഹം ക്ഷമയോടെ നിന്നുവെന്നും ചാർമിള പറയുന്നുണ്ട്. മനസ്സേ മൗനമ എന്ന തമിഴ് സിനിമയിൽ ചാർമിളയ്ക്കൊപ്പം ഒരു പുതുമുഖമായിരുന്നു അഭിനയിച്ചത്. ഡയലോഗ് പറയാൻ പോലും ആ നായകന് അറിയില്ലായിരുന്നു. അന്ന് ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ സർ എനിക്ക് വേണ്ടി ക്ഷമിച്ചു നിന്നത് ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു എന്നും ചാർമിള കൂട്ടിച്ചേർത്തു.